ഹായ് വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മളൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്, പപ്പായ തോരൻ അല്ലെ ഓമയ്ക്ക തോരൻ. അതിനായിട്ട് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം ഞാനൊരു 250 ഗ്രാം പപ്പായ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങ, പിന്നെ 1 വെല്ലുള്ളി, പിന്നെ 3 പച്ചമുളക്. ഇത്രയും സാധനം വേണം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് പപ്പായ അതിലേക്ക് ഇടുക. അത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം മതി, അത് മൂടുന്ന അത്ര വെള്ളം മതി. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 10-15 മിനിറ്റ്, അത് അധികം വേവേണ്ട, ഒരു 10 മിനിറ്റ് വേവിക്കുക. ഈ വേവുന്ന സമയം നമ്മൾ തേങ്ങ ഒതുക്കും. തേങ്ങ ഒരു മിക്സിയിലിടും. പിന്നെ നമ്മൾ 3 പച്ചമുളക് ഇടും. പിന്നെ 2 ടീസ്പൂൺ ജീരകം. ഇത് ഒരു ഗ്രൈൻഡ് ചെയ്ത് പൾസ് മോഡിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് ഒതുക്കിയിട്ടെടുക്കും. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ പപ്പായ വെന്തിട്ടുണ്ട്. അത് പാനൊന്ന് മാറ്റുക, മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇടുക. അത് ചൂടാകുമ്പം നമ്മൾ കടുകിടും. 1 ടീസ്പൂൺ കടുകിടും. കടുക് പൊട്ടി തീരുമ്പോൾ നമ്മൾ വറ്റൽ മുളക് ഒരു 3 എണ്ണം മുറിച്ചിട്ടിടും. എന്നിട്ട് നമ്മൾ സവാള മുറിച്ച് വെച്ച് അതിലേക്കിടും. എന്നിട്ട് അത് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ സോട്ട് ചെയ്യും. എന്നിട്ട് പപ്പായ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ അതിലേക്കിടുക. പിന്നെ ഒതുക്കിയ തേങ്ങ അതിലേക്കിടുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് വീണ്ടും കുക്ക് ചെയ്യുക. അതിൻ്റെ 5 മിനിറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യുക. നമ്മുടെ പപ്പായ തോരൻ റെഡിയായി. അപ്പം പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.